വാർത്ത വന്നു. DMDK നേതാവും തമിഴ് ചലച്ചിത്രവേദിയിലെ പ്രധാനപ്പെട്ട താരവുമായ വിജയകാന്ത് അന്തരിച്ചു. കോവിഡ് ബാധിച്ച് അദ്ദേഹം കുറച്ച് ദിവസങ്ങളായി ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി മനീഷ് മൂർത്തി ചെന്നൈയിൽ നിന്നും ചേരുന്നു. മനീഷ് മൂർത്തി, എപ്പോഴാണ് അന്ത്യമുണ്ടായത്? കുറച്ച് ദിവസങ്ങളായി അദ്ദേഹം അസുഖബാധിതനായിരുന്നു എന്ന് മാധ്യമങ്ങൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? SK അല്പസമയം മുമ്പാണ് ആശുപത്രിയിൽ നിന്നും ഇത്തരത്തിലൊരു വിവരം പുറത്തു വരുന്നത്. കാരണം ഇന്ന് രാവിലെ വന്ന റിലീസിൽ പറഞ്ഞത് കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട് വിജയകാന്തിന്. ഇന്നലെയാണ് അദ്ദേഹത്തെ മിനിഞ്ഞാന്ന് രാത്രിയാണ് അദ്ദേഹത്തെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. അത് ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ കോവിഡ് സ്ഥിരീകരിച്ചു എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നതിന് പിന്നാലെയാണ് ഈ ഒരു ദുരന്ത വാർത്ത കൂടി ഇപ്പോൾ വരുന്നത്. 71 വയസ്സായിരുന്നു. നമുക്കറിയാം, ഈ പറഞ്ഞ പോലെ സിനിമയിൽ എന്ന പോലെ തന്നെ രാഷ്ട്രീയത്തിലും ക്യാപ്റ്റനായി തന്നെ നിന്നിരുന്ന ഒരു വ്യക്തിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട് DMDKയുമായി ബന്ധപ്പെട്ട് DMDKയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയെ തെരഞ്ഞെടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നടന്നിരുന്നു. പ്രേമലത വിജയകുമാറിനെ ഇതിന്റെ അധ്യക്ഷയായി തെരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് എന്തായാലും ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇനി മറ്റു കാര്യങ്ങൾ, അതായത് അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുവരും. വിരുകമ്പാക്കത്തെ വീട്ടിലേക്കാണ് മൃതദേഹം കൊണ്ടുവരിക. അവിടുത്തെ ആശുപത്രിയിലെ ഫോർമാലിറ്റീസ് എല്ലാം തീർന്നതിന് ശേഷമായിരിക്കും ഇവിടേക്ക് കൊണ്ടുവരിക. എന്തായാലും ഒരു പതിറ്റാണ്ടുകൾ നീണ്ട സിനിമ ജീവിതം, അതിനൊപ്പം തന്നെ രാഷ്ട്രീയം, DMDK എന്ന് പറയുന്ന പാർട്ടി ഉണ്ടാക്കുകയും ഒരു ഘട്ടത്തിൽ, അതായത് തമിഴ്നാടിന്റെ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹം വരികയും ഒക്കെ ചെയ്തിരുന്നു. ജയലളിതയുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ തർക്കങ്ങൾ നിയമസഭയിൽ ഉൾപ്പെടെ നടത്തിയ ഒരു വലിയ രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു വിജയകാന്ത്. നിരവധി സിനിമകൾ അദ്ദേഹത്തിന്റെ ആരാധകർക്കൊന്നും തന്നെ താങ്ങാൻ പറ്റുന്ന ഒരു നിലയിലുള്ള മരണമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യഘട്ടത്തിൽ, അതായത് കഴിഞ്ഞ മാസത്തിൽ അദ്ദേഹം ആശുപത്രിയിലായിരുന്ന സമയത്ത് തന്നെ വലിയ ആരാധകർ വലിയ തോതിൽ അവിടെ മിയോട്ട് ആശുപത്രിയിൽ എത്തുകയും അവിടെ ഈ ഒരു അദ്ദേഹം മരിച്ചു എന്ന രീതിയിലുള്ള ഒരു വിവരങ്ങൾ പുറത്തു വരികയും അങ്ങനെ വലിയ തോതിൽ ആരാധകർ വലിയ വിഷമത്തിലൊക്കെ തന്നെ ആയിരുന്നു. എന്തായാലും ഇന്നിപ്പോൾ ആ വാർത്ത സത്യമായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അല്പസമയത്തിന് ശേഷം, അതായത് അദ്ദേഹത്തിന്റെ മൃതദേഹം വിരുകമ്പാക്കത്തെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടെ വലിയ പോലീസ് ബന്ദോബസ്തൊക്കെ ഇപ്പോൾ നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ വീട്ടിലും അതുപോലെ തന്നെ മിയോട്ട് ആശുപത്രിയിലും ഒക്കെ വലിയ പോലീസ് ബന്ദോബസ്തൊക്കെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ആരാധകർ എന്തായാലും ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ ആരാധകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ളതാണ്. രാഷ്ട്രീയത്തിനൊപ്പം തന്നെ വലിയ സാമൂഹ്യ പ്രവർത്തനങ്ങളൊക്കെ വളരെ സജീവമായിരുന്നു. പ്രത്യേകിച്ചും ആരാധകർക്കിടയിലൊക്കെ ഒരു ക്യാപ്റ്റൻ ഇമേജ് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. കാരണം ആ രീതിയിൽ എഴയത്തോഴൻ ഇമേജ് എന്ന് പറയുന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തിന് ആ രീതിയിൽ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു കാര്യങ്ങൾ എന്നും അദ്ദേഹത്തിന്റെ പ്രവർത്തന ശൈലി എന്ന് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി അദ്ദേഹത്തിന് ആരോഗ്യ നില അത്ര നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ സജീവമായി രാഷ്ട്രീയത്തിലൊന്നും തന്നെ ഇടപെടാൻ സാധിച്ചിരുന്നില്ല. അതിന് പിന്നാലെയാണ് എന്തായാലും ഇപ്പോൾ ഈ ഒരു 2 ദിവസത്തെ ആശുപത്രി വാസത്തിന് ശേഷമാണ് ഇന്നിപ്പോൾ രാവിലെ കോവിഡ് സ്ഥിരീകരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ മരണം സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, മനീഷ് മൂർത്തിയാണ് താങ്കൾ ലൈവിൽ തുടരുക. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, തമിഴ് ചലച്ചിത്രവേദിയിലെ ഇതിഹാസ താരം വിജയകാന്ത് അന്തരിച്ചു എന്ന വാർത്ത വരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോവിഡ് ബാധിതനായ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ക്യാപ്റ്റനും ഇടവാങ്ങി എന്ന വാർത്തയാണ് തമിഴ് ചലച്ചിത്രവേദിയിൽ ഇപ്പോൾ പ്രചരിക്കുന്നത്. ഒരുപക്ഷെ തമിഴ് സിനിമയിൽ മാത്രം അഭിനയിക്കുകയും തെലുങ്ക്, കന്നഡ ഭാഷയിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെടുകയും ചെയ്ത സിനിമയിലെ നായകനായിരുന്നു അദ്ദേഹം. കമലഹാസനും രജനീകാന്തിനും ശേഷം തമിഴ് സിനിമ കണ്ട ഏറ്റവും വലിയ നടനായിരുന്നു വിജയകാന്ത്. ഒരുപാട് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ 10,000 വിജയകാന്തിൻ്റെ ആരാധകരായി തമിഴ്നാട്ടിലുണ്ട്. രാഷ്ട്രീയ ജീവിതത്തിലെ കടക്കുമ്പോഴും അദ്ദേഹം സിനിമാ സാന്നിധ്യം കുറച്ചിരുന്നില്ല. 71 വയസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു വാർത്തയാണ്. ചെന്നൈയിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യമുണ്ടായത്. DMK അധ്യക്ഷനാണ് അദ്ദേഹം. ഒരുപക്ഷെ ഈ പാർട്ടി നേതാവ് എന്ന രീതിയിലും അദ്ദേഹം വളരെ വിഖ്യാതനായിരുന്നു. 154ഓളം സിനിമകളിൽ വേഷമിട്ട വിജയകാന്ത് 2 തവണ നിയമസഭാ അംഗമായി 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.